വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ നവംബറിലെ എക്സാം കലണ്ടർ വന്നത് തൊട്ടിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് ട്രേസറിൻ്റെ അല്ലേ. ഒരുപാട് പേര് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ട്രേസർ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കോൺക്രീറ്റ് ടെക്നോളജി ആൻഡ് RCC ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ സാൻഡ് പാർട്ടിക്കിൾസ് വിച്ച് സാൻഡ് പാസസ് ത്രൂ 1.5875 mm is അല്ലെങ്കിൽ ആർ നോൺ ആസ് ഓപ്ഷൻ എ കോസ് സാൻഡ്, ഓപ്ഷൻ ബി ഗ്രാവലി സാൻഡ്, ഓപ്ഷൻ സി മഡ് സാൻഡ്, ഓപ്ഷൻ ഡി ഫൈൻ സാൻഡ്. അപ്പോൾ ഇവിടെ ഒരു സീവ് സൈസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സാൻഡ് ഇപ്പോൾ 1.5875 mm സീവിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സാൻഡിന് നമ്മൾ എന്ത് പേരാ പറയുക? ആ ഒരു സാൻഡാണ് ഫൈൻ സാൻഡ്. ദെൻ 3.175 mm സീവിൽ കൂടെയാണ് പാസ്സാവുന്നതെങ്കിൽ നമ്മൾ അതിനെ കോസ് സാൻഡ് എന്ന് പറയും. എഗെയിൻ ഒരു സീവും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. 7.62 mm സീവിൽ കൂടെയാണ് പാസ്സാവുന്നതെങ്കിൽ നമ്മൾ അതിനെ ഗ്രാവലി സാൻഡ് എന്ന് പറയും. ഇപ്പോൾ 3 രീതിയിൽ സാൻഡ് പഠിക്കാനുണ്ട്. 1.5875 mm സീവിൽ കൂടെ പാസ് ചെയ്ത് വരുന്ന സാൻഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ഫൈൻ സാൻഡ് എന്ന് പറയും. അതേപോലെ 3.175 mm താഴെയാണെങ്കിൽ നമ്മൾ അതിനെ കോസ് സാൻഡ് എന്നും, 7.62 mm താഴെയാണ് സൈസ് അല്ലെങ്കിൽ ആ ഒരു സീവിൽ കൂടെ പാസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗ്രാവലി സാൻഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പാസ് ത്രൂ 1.5875 mm ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് വരും? ഫൈൻ സാൻഡ് എന്ന് ആൻസർ വരും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം: The cement used for emergency repair work and underwater construction is low heat cement, Portland pozzolana, then high alumina cement, quick setting cement. ഏത് സിമെന്റ് ആണ് നമ്മൾ എമർജൻസി റിപ്പയർ വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദ്യം. എമർജൻസി റിപ്പയർ വർക്കിന് നമ്മൾ ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് ആണ് ഉപയോഗിക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ഓപ്ഷനിൽ വേറെ ആരൊക്കെയുണ്ട്? ലോ ഹീറ്റ് സിമെന്റ് ഇല്ലേ? ലോ ഹീറ്റ് സിമെന്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? മാസ് കോൺക്രീറ്റ് വർക്കുകൾക്കാണ് നമ്മൾ ലോ ഹീറ്റ് സിമെന്റ് ഉപയോഗിക്കുക. മാസ് കോൺക്രീറ്റിങ്ങിനാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാമിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ നമുക്ക് റീറ്റെയിനിങ് വാളൊക്കെ മാസ് കോൺക്രീറ്റിങ്ങിലൊക്കെ വരാറുണ്ട്. ഏറ്റവും നല്ല എക്സാമ്പിൾ ഡാം തന്നെയാണ് മാസ് കോൺക്രീറ്റിങ്ങിന്. ഇനി ഇവിടുത്തെ വേറൊരു സിമെന്റ് ഉള്ളത് പൊസലോണ സിമെന്റ് ആണ്. പോർട്ട്ലാൻഡ് പൊസലോണ സിമെന്റ് പറഞ്ഞിട്ടുണ്ട്. പൊസലോണ സിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പൊസലോണിക് മെറ്റീരിയൽസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും ഒരു പൊസലോണിക് മെറ്റീരിയൽ സിമെന്റിലേക്ക് അതിൻ്റെ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാൻ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പൊസലോണ സിമെന്റ് നമുക്ക് മാസ് കോൺക്രീറ്റിങ്ങിന് ഉപയോഗിക്കാം. അതേപോലെ തന്നെ മറൈൻ സ്ട്രക്ചേഴ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുക പൊസലോണ സിമെന്റ് ആണ്. മറൈൻ സ്ട്രക്ചേഴ്സ്, സീവേജ് വർക്ക്, സീവേജ് കൊണ്ടുപോകുന്ന പൈപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, കോൺക്രീറ്റ് പൈപ്പുകളൊക്കെ നമ്മൾ ഈ ഒരു പൊസലോണിക് സിമെന്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്, സീവേജ് വർക്ക്. അതേപോലെ അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങിനും ഇവ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങിനും ഉപയോഗിക്കാറുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കുറവ് ഹീറ്റാണ് ഈ ഒരു പൊസലോണിക് സിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അത് മാത്രമല്ല നമുക്ക് ഇവിടെ പൊസലോണിക് മെറ്റീരിയലായിട്ട് നമുക്ക് ആരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ഫ്ലൈ ആഷോ അല്ലെങ്കിൽ വോൾക്കാനിക് ആഷോ ഒക്കെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? പൊസലോണിക് മെറ്റീരിയലായിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഫ്ലൈ ആഷ് അതേപോലെ വോൾക്കാനിക് ആഷ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? പൊസലോണിക് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നിന്ന് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് സീവേജ് വർക്കിന് ഏത് സിമെന്റ് ആണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ഓപ്ഷനിലുള്ളത് ഏതായിരുന്നു? ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് ഉണ്ട്. ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെറ്റ് ആവും അല്ലേ. അപ്പോൾ അവിടെ ജിപ്സത്തിന്റെ അളവിലാണ് നമ്മൾ വേരിയേഷൻ കൊണ്ടുവരുന്നത്. ജിപ്സത്തിന്റെ അളവ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ജിപ്സത്തിന്റെ അളവ് റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുക. പെട്ടെന്ന് സെറ്റ് ആവും. അത് മാത്രമല്ല നമുക്ക് റണ്ണിങ് വാട്ടറിലോ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ട്, സ്റ്റാറ്റിക് അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിലൊക്കെ നമുക്ക് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു ഓപ്ഷൻ ഏതാ? ഹൈ അലുമിന സിമെന്റ് ആണ്. ഹൈ അലുമിന സിമെന്റിന്റെ പ്രത്യേകത അതിൻ്റെ അലുമിന കണ്ടന്റ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 32% ആണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്.
The function of gypsum in cement is to option A retard initial setting time, option B accelerate initial setting time, option C impart strength, and option D increase workability. എന്താണ് ഫംഗ്ഷൻ ഓഫ് ജിപ്സം? ജിപ്സത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ ഏത് സിമെന്റിലാണ് പറഞ്ഞത്? ക്വിക്ക് സെറ്റിംഗ് സിമെന്റിൽ പറഞ്ഞു ജിപ്സത്തിന്റെ അളവ് റെഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ഏതാണ് വരിക? ഫംഗ്ഷൻ ഓഫ് ജിപ്സം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിനെ റിട്ടാർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം റിട്ടാർഡ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് പ്ലേസ് ചെയ്യുമ്പോഴേക്കും സിമെന്റ് സെറ്റായി നമുക്ക് വേണ്ട രീതിയിൽ സ്ട്രെങ്ത് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. പെട്ടെന്ന് സെറ്റായാൽ നമുക്ക് വേണ്ടടുത്ത് എത്തില്ലല്ലോ. അപ്പം ഞാൻ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന സ്ഥലം ഇതാണ്. ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് എത്തണം. അതിനിടയിൽ സെറ്റ് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സത്തിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ജിപ്സത്തിന്റെ അളവ് കുറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പാതി വഴിയിൽ തന്നെ സെറ്റായി പോകും. ഓക്കെ, അടുത്ത ചോദ്യം. The section in which concrete is not fully stressed to its permissible value when stress in steel reaches its maximum value is called. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു സെക്ഷൻ ഉണ്ട്, അതിലെ ഒരു കോൺക്രീറ്റ് സെക്ഷൻ ആണ്. അതിൽ കോൺക്രീറ്റ് RCC സ്ട്രക്ചറിൽ കോൺക്രീറ്റ് ഫുള്ളി സ്ട്രെസ്ഡ് ആയി. RCC ആണ്. RCCയിൽ കോൺക്രീറ്റ് ഫുള്ളി സ്ട്രെസ്ഡ് ആയി. ഫുള്ളി സ്ട്രെസ്ഡ് ആയിട്ടില്ല, നോട്ട് ഫുള്ളി സ്ട്രെസ്ഡ്. ബട്ട് സ്റ്റീൽ എന്ന് പറയുന്നതിൻ്റെ ഫുൾ സ്ട്രെസ് എത്തി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്ഷന് നമ്മൾ എന്ത് പേര് പറയും എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബാലൻസ്ഡ് സെക്ഷൻ, ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ, അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ക്രിട്ടിക്കൽ സെക്ഷൻ. അതായത് നമ്മളൊരു RCC മെമ്പർ എടുക്കുമ്പോൾ ഇവിടെ ആരാ ഫെയിൽ ആവുന്നത്? സ്റ്റീലല്ലേ ഫുൾ സ്ട്രെങ്ത് പെട്ടെന്ന് എത്തിയത്. അതായത് സ്റ്റീൽ ഫെയിൽ ആവാൻ തുടങ്ങി. ഫസ്റ്റ് സ്റ്റീൽ ഫെയിൽ ആവാണ് കോൺക്രീറ്റ് ഫെയിൽ ആവുന്നതിന് മുൻപിലെങ്കിൽ നമ്മൾ ഇതിനെ അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയും. അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ എന്നാണ് പറയാറുള്ളത്. ഇനി നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നു എന്ന് വിചാരിക്കുക. സ്റ്റീലിൽ മാക്സിമം സ്ട്രെയിൻ എത്തിയിട്ടില്ല, അതിന് മുൻപ് തന്നെ കോൺക്രീറ്റിൽ മാക്സിമം സ്ട്രെയിൻ എത്തി, അല്ലെങ്കിൽ സ്ട്രെസ് എത്തി. സ്ട്രെയിൻ അല്ല, സ്ട്രെസ് വാല്യൂ എത്തി എന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയും. അപ്പം ഇത് ഓർത്ത് വെക്കാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ട്രെസ് ഇൻ സ്റ്റീൽ റീച്ചസ് മാക്സിമം വാല്യൂ. അപ്പം സ്റ്റീലിലുള്ള സ്ട്രെസ് മാക്സിമം വാല്യൂ എത്തി, പക്ഷേ കോൺക്രീറ്റിലുള്ള വാല്യൂ മാക്സിമം എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റീലിലുള്ളത് മാക്സിമം എത്തണമെങ്കിൽ സ്റ്റീലിൻ്റെ അളവ് കുറച്ച് കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അണ്ടർ റീൻഫോഴ്സ്ഡ് ഓർത്ത് വെക്കുക. ഇനി ഫസ്റ്റ് ഫെയിൽ ആവുന്നത് കോൺക്രീറ്റ് ആണ്. ഫസ്റ്റ് ഫെയിൽ ആവുന്നത് കോൺക്രീറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് എത്തി, മാക്സിമം എത്തി, പക്ഷേ സ്ട്രെസ് ഇൻ സ്റ്റീൽ മാക്സിമത്തിൽ എത്തിയിട്ടില്ല. ആ ഒരു കേസിനെ നമ്മൾ ഓവർ റീൻഫോഴ്സ്ഡ് എന്ന് പറയും. ഇനി രണ്ട് സ്റ്റീലും കോൺക്രീറ്റും ഒരുമിച്ചാണ് ഫെയിലിയർ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ബാലൻസ്ഡ് സെക്ഷൻ എന്ന് പറയും. അപ്പോൾ അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫെയിൽ ആവുക സ്റ്റീലാണ്. അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ സ്റ്റീലാണ് ഫസ്റ്റ് ഫെയിൽ ആവുക. ദെൻ കോൺക്രീറ്റ് ഫെയിൽസ് സെക്കൻഡ്. കോൺക്രീറ്റ് രണ്ടാമതാണ് ഫെയിൽ ആവുക. ഓവർ റീൻഫോഴ്സ്ഡ് എടുക്കുകയാണെങ്കിൽ ആദ്യം ഓവർ റീൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ റീൻഫോഴ്സ്മെന്റ് കൂടുതലുണ്ട്. അപ്പൊ ആദ്യം ആരാ ഫെയിൽ ആവുക? കോൺക്രീറ്റ് ആണ് ആദ്യം ഫെയിൽ ആവുക. കോൺക്രീറ്റ് ആണ് ഫസ്റ്റ് ഫെയിൽ ആവുക. ദെൻ സ്റ്റീൽ ഫെയിൽ ആവും. സ്റ്റീൽ രണ്ടാമതാണ് ഫെയിൽ ആവുക. രണ്ടും ഒരുമിച്ചാണ് ഫെയിലിയർ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ബാലൻസ്ഡ് സെക്ഷൻ എന്ന് പറയും. ഇനി ഇതിൽ ആരെയാണ് നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യാറുള്ളത്? അണ്ടർ റീൻഫോഴ്സ്ഡ് ആണോ, ഓവർ റീൻഫോഴ്സ്ഡ് ആണോ, ബാലൻസ്ഡ് സെക്ഷൻ ആണോ നമ്മൾ പ്രിഫർ ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻസ് ആണ്. അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻസ് ഫെയിൽ ആവുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഒക്കെ നമുക്ക് തരും. പക്ഷേ ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ സഡൻ ഫെയിലിയർ ആയിരിക്കും. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് ആപത്തുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിഫർ ചെയ്യുക അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻസ് ആണ്. അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ? നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഫസ്റ്റ് ഫെയിൽ ആവുന്നത് സ്റ്റീലാണ്. അപ്പോൾ ഇതൊരു അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. The process of proper and accurate measurement of concrete ingredients on the basis of either weight or volume for uniformity of concrete mix is known as mixing, കൺസോൾട്ടേഷൻ, ക്യൂറിംഗ്, ബാച്ചിങ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമുക്കൊരു കോൺക്രീറ്റ് മിക്സ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്തെടുക്കണം അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് 1:4 മിക്സ് ആണെങ്കിൽ സിമൻ്റ് ആണ് 1, ഫൈൻ അഗ്രിഗേറ്റ് ആണ് 2 പ്രൊപ്പോർഷൻ, കോസ് അഗ്രിഗേറ്റ് ആണ് 4 പ്രൊപ്പോർഷൻ.
ഇനി ശ്രദ്ധിക്കുക, സിമെന്റും ഫൈൻ അഗ്രിഗേറ്റും കോസ് അഗ്രിഗേറ്റും ഒക്കെ നമ്മൾ മെഷർമെന്റ് എടുത്തിട്ട് എടുക്കണ്ടേ. അല്ലാതെ എനിക്ക് ഇഷ്ടത്തിന് ഈ പ്രൊപ്പോർഷനൊക്കെ അനുസരിച്ച് വേണ്ടേ എടുക്കാൻ. എൻ്റെ ഇഷ്ടത്തിനല്ല എടുക്കുക, പ്രൊപ്പോർഷൻ അനുസരിച്ച് നമുക്ക് സൈറ്റിൽ എത്ര വേണമെന്നനുസരിച്ച് നമ്മൾ മെഷർമെന്റ് എടുക്കും. ചിലപ്പോൾ അത് വെയിറ്റ് ആയിരിക്കും മെഷർമെന്റ് എടുക്കുക, അല്ലെങ്കിൽ വോളിയം ആയിരിക്കും. ഇങ്ങനെ നമ്മൾ മെഷർ ചെയ്ത് ഇൻഗ്രീഡിയൻസ് എടുക്കുന്നതിന് എന്ത് പേരാ പറയുക? ഇൻഗ്രീഡിയൻസ് മെഷർമെന്റ് എന്താ പേര് പറയുക? ഇൻഗ്രീഡിയൻസിന്റെ മെഷർമെന്റിന് നമ്മൾ ബാച്ചിങ് എന്നാണ് പറയുക. അപ്പോൾ ബാച്ചിങ് എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ്ലി പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും വേറെ വേറെ മെഷർ ചെയ്തെടുക്കുന്നതിനെ ബാച്ചിങ് എന്ന് പറയും. ഇനി നമ്മൾ കോൺക്രീറ്റിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഏതൊക്കെ സ്റ്റെപ്പുകളാണ് വരിക? ഫസ്റ്റ് നമ്മൾ ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്തെടുത്തു, അതിനെ ബാച്ചിങ് എന്ന് പറയും. ദെൻ ഇൻഗ്രീഡിയൻസ് ബാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യില്ലേ, കോൺക്രീറ്റ് ഉണ്ടാക്കി എടുക്കണ്ടേ? അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതിനെയാണ് മിക്സിങ് എന്ന് പറയുന്നത്. ദെൻ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യും. അതിനെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിങ് എന്ന് പറയും. അതിനുശേഷം അവിടെ എത്തിക്കഴിഞ്ഞാൽ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യും. പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പാക്ട് ചെയ്യും. കോമ്പാക്ട് ചെയ്യുന്നത് എയർ വോയിഡ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാനാണ്. ദെൻ കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂറിങ് ചെയ്യും. ഇത്രയുമാണ് നമ്മളെ മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് കോൺക്രീറ്റ്. ആദ്യം നമ്മൾ മെഷർമെന്റ് എടുക്കും, അത് ബാച്ചിങ്. ദെൻ മിക്സ് ചെയ്യും, മിക്സിങ്. ദെൻ വേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകും, അതിനെ ട്രാൻസ്പോർട്ടിങ് എന്ന് പറയും. ദെൻ പ്ലേസ് ചെയ്യും, കോമ്പാക്ട് ചെയ്യും, ക്യൂർ ചെയ്യും. കോമ്പാക്റ്റിലാണ് നമ്മൾ എയർ വോയിഡ്സ് ഒക്കെ ഉള്ളത് എക്സ്പെൽ ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ദ പ്രോപ്പർട്ടി ഓഫ് ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ഡ്യൂ ടു മോയ്സ്ചർ ഈസ് കോൾഡ് സ്ലേക്കിംഗ്, ബൾക്കിംഗ്, വാർപ്പിംഗ്, ഷ്രിങ്കിങ്. എന്താണ്? ഫൈൻ അഗ്രിഗേറ്റിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റ് മോയ്സ്ചറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ഇനിഷ്യലി ഇതിൻ്റെ വോളിയം കൂടി വരും. അങ്ങനെ വോളിയം ഇൻക്രീസ് ആവുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ എന്ത് പേരാ പറയുക? എന്താണ് പേര് പറയുക? അതിനെയാണ് നമ്മൾ ബൾക്കിംഗ് എന്ന് പറയുക. ഫൈൻ അഗ്രിഗേറ്റിന്റെ വോളിയം ഇൻക്രീസ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെ ബൾക്കിംഗ് എന്ന് പറയും. സ്ലേക്കിംഗ് എന്ന് പറയുന്നത് ലൈമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ടേമാണ്. ദെൻ വാർപ്പിംഗ് ഒക്കെ നമ്മൾ ഏതിലാണ് പഠിച്ചിട്ടുള്ള? ടിമ്പറിലൊക്കെയാണ് വാർപ്പിങ്ങും ഷ്രിങ്കേജ് ഒക്കെ നമ്മൾ പറയാറുള്ളത്. ക്ലിയർ? അപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, ഫൈൻ അഗ്രിഗേറ്റിന്റെ വോളിയം ഇൻക്രീസ് ആവുന്ന, വെള്ളവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പം വോളിയം ഇൻക്രീസ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ബൾക്കിംഗ് എന്നാണ് പറയുക. അടുത്ത ചോദ്യം, ഫോർ RCC കൺസ്ട്രക്ഷൻ the maximum size of coarse aggregate is limited to 15 mm, 20 mm, 30 mm, 10 mm. RCC കൺസ്ട്രക്ഷന് നമ്മൾ എടുക്കുന്ന അഗ്രിഗേറ്റിന്റെ സൈസ് മാക്സിമം 20 mm ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നോർമൽ RCC വർക്കിനാണ് ഈ 20 mm. തിൻ സെക്ഷൻസ് ഒക്കെ വരുന്നു, അല്ലെങ്കിൽ കൺജസ്റ്റഡ് സെക്ഷൻസ്, റീഇൻഫോഴ്സ്മെന്റ് തമ്മിലുള്ള സ്പേസിംഗ് ഒക്കെ വളരെ കുറവാണെങ്കിൽ നമ്മൾ 10 mm ഉള്ള അഗ്രിഗേറ്റ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഇനി മാസ് കോൺക്രീറ്റിങ്ങിന്റെ സമയത്ത് നമുക്ക് 40 mm വരെ ഉപയോഗിക്കാം. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം, വോളിയം ഓഫ് 1 ബാഗ് ഓഫ് സിമെന്റ് ഈസ് ഡാഷ് മീറ്റർ ക്യൂബ്. ഒരു ബാഗ് സിമെന്റിന്റെ വോളിയം എത്രയെന്നാണ് ചോദ്യം. 50, 0.035, 1400, 7850. എത്രയാണ് വോളിയം ഓഫ് 1 ബാഗ് ഓഫ് സിമെന്റ്? ഒരു ബാഗ് സിമെന്റിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 0.035 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ഒരു ബാഗ് സിമെന്റ് എന്ന് പറഞ്ഞാൽ 50 കിലോഗ്രാം ആയിരിക്കും. അതെല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നു. ദെൻ സിമെന്റിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അതേപോലെ സിമെന്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 3.15 ആണ്. ഈ വാല്യൂസ് ഒക്കെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഒരു ബാഗ് സിമെന്റിന്റെ വോളിയം 0.035. ഒരു ബാഗ് സിമെന്റ് എന്ന് പറഞ്ഞാൽ 50 കിലോഗ്രാം ആണ്. ഡെൻസിറ്റി ഓഫ് സിമെന്റ് 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 3.15 ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ദ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് ഹൈഡ്രോലൈസിസ് ഓഫ് സിമെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് സൗണ്ട്നെസ്, ഫൈൻനെസ്, സെറ്റിംഗ് ടൈം, ടെൻസൈൽ സ്ട്രെങ്ത്.
റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഏതിലാണ് ഡിപ്പെൻഡ് ചെയ്യുക? സിമെന്റിന്റെ ഫൈൻനെസ്സിലാണ് ഡിപ്പെൻഡ് ചെയ്യുക. എത്രത്തോളം ഫൈൻ ആണ് എന്നുള്ളതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സൗണ്ട്നെസ്സും സെറ്റിംഗ് ടൈമും ടെൻസൈൽ സ്ട്രെങ്ത് ഒന്നും വരില്ല എന്ന് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? ഇതൊക്കെ സിമെന്റിന്റെ പ്രോപ്പർട്ടീസ് ആണ്. പക്ഷേ ഫൈൻനെസ് ആണ് ഹൈഡ്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ഫൈൻനെസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, the percentage of silica in cement ranges from 60 to 67%, 18 to 25%, 5 to 9%, 30 to 35%. എത്രയാണ് പെർസെൻറ്റേജ് ഓഫ് സിലിക്ക ഇൻ സിമെന്റ്? എത്രയാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് 18 to 25 എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമെന്റിന്റെ കോമ്പോസിഷനും എക്സാമിന് ചോദിക്കാറുണ്ട്. സിമെന്റിൽ ലൈം ഉണ്ട്, അതേപോലെ സിലിക്ക, അലുമിന, കാൽഷ്യം സൾഫേറ്റ് ആണ് ജിപ്സം എന്ന് പറയുന്നത്. കാൽഷ്യം സൾഫേറ്റ്, അയൺ ഓക്സൈഡ്, അതേപോലെ മഗ്നീഷ്യ, സൾഫർ. ഈ മഗ്നീഷ്യ, സൾഫർ, ആൽക്കലീസ് ഒക്കെ മൈനർ ക്വാണ്ടിറ്റീസേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള പ്രൊപ്പോർഷനൊക്കെ നമുക്കൊന്ന് നോക്കാം. ലൈം എത്ര പെർസെൻറ്റേജാണ് ഉള്ളത്? ലൈം എന്ന് പറയുന്നതാണ് മാക്സിമം പെർസെൻറ്റേജ്. 62 മുതൽ 67% വരെ ലൈമാണ്. ഒറ്റ ആൻസർ ആണെങ്കിൽ നമ്മൾ 62% എടുക്കണം. സിലിക്ക 17 to 25% ആണ്. ഒറ്റ ആൻസർ ആയിട്ട് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ 22% എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഓപ്ഷനിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുക 17 to 25 പകരം 18 to 25 എന്നാണ്. അത് ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാല്യൂ വ്യത്യാസം ഉണ്ട്, അതുകൊണ്ടാണ് ഓപ്ഷൻ അങ്ങനെ വന്നിട്ടുള്ളത്. ദെൻ അലുമിന എന്ന് പറയുന്നത് 3 to 8% ആണ്. ഒറ്റ ആൻസർ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 5% എടുക്കണം. കാൽഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ജിപ്സം ആണ്. അതും എക്സാമിന് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. ജിപ്സത്തിന്റെ പെർസെൻറ്റേജ് 3 to 8% ആണ്. 3 to 8% ആണ്. 3 to 8 അല്ല, 3 to 4% തന്നെയാണ് ജിപ്സം. ഒറ്റ ആൻസർ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 4% എടുക്കണം. ഈ ഒരു ജിപ്സത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ കാൽഷ്യം സൾഫേറ്റിൻ്റെ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. 3 to 4% ആണ് ജിപ്സം ആഡ് ചെയ്യുക. ദെൻ അയൺ ഓക്സൈഡ് ഉണ്ട്. അയൺ ഓക്സൈഡും 3 to 4% ആണ്. ഒറ്റ ആൻസർ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 3% ആണ് എഴുതേണ്ടത്. മഗ്നീഷ്യ, സൾഫർ, ആൽക്കലീസ് ഒക്കെ വളരെ മൈനർ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഉള്ളത്. മഗ്നീഷ്യ 1 to 3%, ദെൻ സൾഫർ 1 to 3%, ആൽക്കലീസ് 0.2 to 1%. ഇതിൻ്റെയൊക്കെ ഒറ്റ ആൻസർ ആയിട്ടാണ് ഓപ്ഷനിലുള്ളതെങ്കിൽ 1% നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കോമ്പോസിഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ ഇൻഗ്രീഡിയൻറ്റും നിങ്ങൾ അറിഞ്ഞു വെക്കണം, അതിൻ്റെ പെർസെൻറ്റേജുകളും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്രീവിയസ് ഇയറിലൊക്കെ നമുക്ക് എന്താ പറയുക ഓവർസിയർ ലെവൽ എക്സാമിന് CT ആൻഡ് RCCയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ഇനി വരുന്ന ട്രേസർ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.